ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. തൻബീഹിൽ വന്ന ചോദ്യം, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് പള്ളികളിൽ ജുമുഅ നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഒരു പള്ളിയിൽ തന്നെ 2 ജുമുഅ നടത്താമോ? പറ്റുമെങ്കിൽ 2 ബാങ്ക് വിളിക്കേണ്ടതുണ്ടോ? സഹോദരങ്ങളെ, ഒരു മഹല്ലില്, ഒരു പ്രദേശത്ത് ഒരു പള്ളിയിൽ ജുമുഅ നടക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തില് വേണ്ടത്. അതായത് മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ചുകൂടി അവരുടെ ഐക്യവും സ്നേഹവും ഒക്കെ പ്രകടമാകുന്ന, അവർക്ക് മതപരമായിട്ട് ഉത്ബോധനം കിട്ടുന്ന ഒരു മഹത്തായ സന്ദർഭവും സാഹചര്യവുമാണ് ജുമുഅ എന്നുള്ളത്. അപ്പൊ ഒരു പ്രദേശത്തൊരു മഹല്ലിൽ ഒരു ജുമുഅ നടക്കുക എന്നുള്ളതാണ്. എന്നാൽ ധാരാളം മുസ്ലിങ്ങളുണ്ട്. പള്ളിയാണെങ്കിൽ വളരെ ചെറുതാണ്, ജനങ്ങൾക്ക് തിക്കും തിരക്കും അനുഭവപ്പെടുകയാണ്, സ്ഥലത്തിന്റെ പരിമിതിയുണ്ട്, അടുത്താണെങ്കിൽ വേറെ പള്ളിയില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ശർഈയായിട്ടുള്ള ഉദ്ർ ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കൊറോണ പ്രോട്ടോകോൾ പ്രകാരം ചില 100 ആളുകൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ കഴിയുക എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഇങ്ങനെ ശർഈയായിട്ടുള്ള ഒരു ഉദ്ർ ഉണ്ടെങ്കിൽ, പ്രതിബന്ധമുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള മാരകമായിട്ടുള്ള കൊറോണ വൈറസിന്റെ പ്രശ്നം, ആളുകൾ 2 മീറ്റർ അകലം പാലിച്ചുകൊണ്ടാണ് നമസ്കാരത്തിന് നിൽക്കേണ്ടത് എന്ന് മാത്രമല്ല, ഒരു പ്രദേശത്ത് 500 600 ആളുകൾ ഉണ്ടാവും. പക്ഷേ ജുമുഅക്ക് 100 ആളുകൾക്കാണ് വരാൻ കഴിയുക. ബാക്കിയുള്ള 500 ആളുകൾക്ക് അല്ലെങ്കിൽ 400 ആളുകൾക്ക് ഒക്കെ ജുമുഅ സ്ഥിരമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടം എന്ന് മാത്രമല്ല, ഈ ജുമുഅ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊറോണ പൂർണ്ണമായിട്ട് മാറാൻ ധാരാളം സമയം വേണ്ടിവരും. ഇപ്പോൾ തന്നെ 5-8 മാസങ്ങളായി, ഇനിയും ഒരുപക്ഷെ 5-6 മാസമൊക്കെ വേണ്ടിവരുമെന്ന് ചില ആളുകൾ പറയുന്നു. അല്ലാഹു അലം. അപ്പോ ഇങ്ങനെ ദീർഘമായ 1 വർഷമോ 1.5 വർഷമൊക്കെ ജുമുഅ ഒട്ടേറെ ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് പള്ളി തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദമുള്ള പ്രദേശത്ത്, ജുമുഅ നടക്കുന്ന പ്രദേശത്ത്, അവിടെ കുറച്ച് ആളുകൾക്കാണല്ലോ പങ്കെടുക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ജുമുഅ നഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു ലറൂറത്തിന്റെ ഹാല് വരികയാണ്. കാരണം പള്ളി ചെറുതാണ്, എല്ലാ ആളുകൾക്കും ഒരേ സമയത്ത് ജുമുഅ നമസ്കരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ജുമുഅ ഇത് മറ്റൊരു കാരണമല്ല, ഈ കാരണം മാത്രമാണ്. അതുകൊണ്ട് ജുമുഅ നഷ്ടപ്പെടുകയാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ജുമുഅ അതേ പള്ളിയിൽ നടത്താമോ എന്ന് ചോദിച്ചാൽ നടത്താം എന്നാണ് നമുക്ക് പറയാനുള്ള ഉത്തരം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം അല്ലാഹു തആല ഓരോ ദിവസവും ഫറലാക്കിയിട്ടുള്ള 5 നേരത്തെ നമസ്കാരം, പള്ളിയില് 5 ജമാഅത്തുകൾ, 5 നേരം, ഓരോ വക്തിനും ഓരോ ജമാഅത്ത്. എന്നാൽ ഒരു പറ്റം ആളുകൾ ആ പള്ളിയിൽ വരികയാണ്. അത് ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. ഒരുപക്ഷെ അവര് അവിടെ തൊഴിലാളികളായിരിക്കാം, ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായിരിക്കാം. അവര് ആ ജമാഅത്ത് കഴിഞ്ഞു വരുന്നു. എന്നിട്ട് അവര് 50, 30, 40 ആളുകളുള്ള ഒരു സംഘം ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു. അവർക്ക് ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്കൂളുമായി ബന്ധപ്പെട്ട, ആശുപത്രിയുമായി ബന്ധപ്പെട്ട ജോലിയും ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് അവര് ആദ്യത്തെ ജമാഅത്തിന് എത്തിപ്പെടാൻ കഴിയാതെ അല്പം കഴിഞ്ഞ് രണ്ടാമത് വന്ന് അവിടെ ജമാഅത്തായി നമസ്കരിക്കുന്നത്. ഇപ്പോ ളുഹർ ഉദാഹരണം എടുക്കുക. പള്ളിയില് അവിടെ ജമാഅത്ത് 12:50 ജമാഅത്ത് നടക്കുന്നു. എന്നാൽ അടുത്തുള്ള സ്കൂള് അല്ലെങ്കിൽ കോളേജ്, അവിടെയുള്ള വിദ്യാർത്ഥികള് ആ പഠനം കഴിഞ്ഞ് ഉച്ചവരെയുള്ള സെഷൻ അവസാനിച്ച് അവര് പള്ളിയിലേക്ക് വരുന്നത് 1:15-നാണ്. അപ്പൊ അവിടെ ളുഹർ ജമാഅത്ത് രണ്ടാമത് നടക്കാൻ, ആ ജമാഅത്ത് ശർഈയായിട്ട് ശരിയാണോ?
അത് തീർച്ചയായും ശരിയാണ്. കാരണം അവർക്ക് ഒന്നാമത്തെ ജമാഅത്തിന് എത്തിപ്പെടാൻ പ്രയാസമുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഘട്ടത്തില് നമ്മുടെ മഹല്ലിൽ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ 100 പേർക്കാണ് ജുമാക്ക് പങ്കെടുക്കാൻ കഴിയുക. കാരണം കൊറോണയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കാരണമാണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വേളയിൽ ആ മഹല്ലിലെ ആ പ്രദേശത്തെ മറ്റുള്ള ആളുകൾക്ക് സ്ഥിരമായി ജുമാ നഷ്ടപ്പെടുന്നത് കൊണ്ട് തീർച്ചയായും ആ പള്ളിയിൽ രണ്ടാമതൊരു ജുമാ നടത്താമെന്നാണ് പറയാനുള്ളത്. അത് ഒരിക്കലും ജുമുഅ എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനോ സ്നേഹത്തിനോ വഅതസിമു ബിഹബ്ലില്ലാ എന്നുള്ളതിനെ വിരുദ്ധമാകുന്നില്ല, അതിനെതിരല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്, ഒരു വക്തിന് 2 ജമാഅത്ത് ചില ഘട്ടങ്ങളിൽ ആവാം, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ആ നമസ്കാരം സഹിയാണ്, രണ്ടാമതൊരു ജമാഅത്ത് നടത്തിയാൽ എന്നതുപോലെ ഇങ്ങനെ ഒരു ലറൂറത്തിന്റെ ഹാലില് രണ്ടാമത്തൊരു ജുമാ നടത്തി എന്ന് സങ്കല്പിക്കുക, തീർച്ചയായും സ്വീകരിക്കപ്പെടും, അതിൽ സംശയമില്ല. ഏതുപോലെ ഈ രണ്ടാമത്തെ ജമാഅത്ത് സഹീഹാകുന്നത് പോലെ തന്നെ രണ്ടാമത്തൊരു ജുമുഅയും ഇങ്ങനത്തെ ലറൂറത്തിന്റെ ഹാലില് ശരിയാവും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ വന്നാൽ അതിന് ബാങ്ക് വിളിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ബാങ്ക് ആ ജമാഅത്ത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യണം, നമ്മള് ഇമാമ മിമ്പറിൽ കയറിയാൽ ബാങ്ക് കൊടുക്കണം. പക്ഷെ അത് ആ ജമാഅത്തിന് അല്ലെങ്കിൽ ജുമാഅക്ക് വന്നിട്ടുള്ള ആളുകൾ കേൾക്ക് മാത്രയിൽ നിർവഹിച്ചാൽ മതിയാവും. കാരണം അതേ പള്ളിയിൽ അതേ പ്രദേശത്ത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാങ്ക് ആദ്യം മുഴങ്ങിയിട്ടുണ്ടല്ലോ, സമയം ആയി എന്നുള്ളതൊക്കെ. ഇത് രണ്ടാമത് ജുമാഅയാകുമ്പോൾ അതേ പള്ളിയിൽ ആകുമ്പോൾ ആ ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് എന്ന് മനസ്സിലാക്കുക, അതുപോലെ ഇഖാമത്ത് എന്ന് മനസ്സിലാക്കുക. ഇത് ഇപ്പോ നമ്മൾ മാത്രം പറയുന്നതല്ല, ഒട്ടേറെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പലരും പറയുന്നത് അത് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിന് വിഘാതമാവുന്ന. പക്ഷെ ഇവിടെ എന്താണ്, ഐക്യം ഇവിടെ ലംഘിക്കപ്പെടുന്നില്ല. ഐക്യം അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് മാസങ്ങളായിട്ട് ജുമുഅ ആഴ്ചയിൽ അല്പം ഇസ്ലാമികമായിട്ടുള്ള ഉത്ബോധനം കേട്ട് ആ മനുഷ്യന്റെ മനസ്സില് കുറച്ച് പരലോക ചിന്തയും അള്ളാഹിനെ കുറിച്ചുള്ള ഭയവും ഒക്കെ ഉണ്ടാകുന്ന ഖുത്ബ ജുമുഅ അത് നഷ്ടമാകാണ് മാസങ്ങളായി, ഇനിയും മാസങ്ങൾ. അപ്പൊ അതിലും നല്ലത് പള്ളിയിൽ രണ്ടാമതൊരു ജുമുഅ നടക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് ഒരു ജുമുഅ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ആയിട്ട് ആകാന്ന് നല്ലത് എന്നാണ് പറയാനുള്ളത്. ഇപ്പോ ഇത് മഹാന്മാരായ പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ നാസിർ ബിൻ സുലൈമാൻ അൽ ഉമർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അവസാനം അദ്ദേഹം പറയാണ്, ഫൽ അഖറബ് ജവാസുഹു ലിൽദറൂറ. ഈ ജുമുഅ ഒരു പള്ളിയിൽ 2 ജുമുഅ നടത്താൻ പറ്റൂലേ എന്നുള്ള വിഷയത്തില് ഏറ്റവും അഖറബായ ഏറ്റവും ശരിയായ നിലപാടെന്ന് പറയുന്നത് ജവാസുഹു, അത് ജായിസാണ്, ലിൽദറൂറ, ലറൂറത്തിന്റെ അവസ്ഥയിൽ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.